എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ചാമ്പങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതുപോലെ ചാമ്പങ്ങ വെച്ചുള്ള ഒരു കിഡിലൻ സംഭാരവും ജ്യൂസും ഒരാഴ്ച മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വേനൽക്കാലത്ത് നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ചാമ്പങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചാമ്പങ്ങ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. വലിയ ചാമ്പങ്ങയൊക്കെ ആണെങ്കിൽ 5-6 പീസായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കാം. ചെറിയ ചാമ്പങ്ങ ആണെങ്കിൽ 4 നീളത്തിൽ മുറിച്ചെടുക്കാം. ആദ്യം നമുക്ക് പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം കഷ്ണങ്ങളാക്കിയ ചാമ്പങ്ങ ഇട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് അച്ചാറിടാൻ ഉപയോഗിക്കുന്നത്. ഏത് എണ്ണയിൽ വേണമെങ്കിലും അച്ചാറിടാം. നല്ലെണ്ണയാണെങ്കിൽ കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കും. ചാമ്പങ്ങയിലുള്ള ജലാംശം ഒന്ന് വറ്റുന്നത് വരെ ഒരു 5 മിനിറ്റ് മീഡിയം ഹീറ്റിലിട്ട് വഴറ്റുക. ഇപ്പോൾ ഒരു 5 മിനിറ്റായി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ ഇവ ഇട്ട് കൊടുക്കാം. ഇവ പൊട്ടി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 5-6 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും ലോ ഹീറ്റിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, പാകത്തിന് ഉപ്പ് ഇവ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ 2 മിനിറ്റ് ചെറുതീയിൽ വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് 3/4 കപ്പ് വിനാഗിരി കൂടി ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വഴറ്റി വെച്ച ചാമ്പങ്ങ കൂടി ചേർത്ത് മിക്സാക്കുക. ഈ സമയം ഉപ്പും പുളിയും ഒക്കെ പാകമാണോ എന്ന് നോക്കുക. ഞാനിവിടെ അല്പവും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചാമ്പങ്ങ ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരുപാട് സമയം ഇട്ട് വേവിക്കണ്ട. കാരണം ആദ്യം ചാമ്പങ്ങ വഴറ്റിയ സമയത്ത് തന്നെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ നാച്ചുറലായിട്ടുള്ള രുചികരമായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാർ ഇട്ട് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ്. ഈ അച്ചാർ ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന അച്ചാറാണ്. അച്ചാർ ഇട്ട് 2 ദിവസം കഴിയുമ്പോൾ ഈ ചാമ്പങ്ങയിൽ നിന്നുള്ള മധുരമൊക്കെ ഇറങ്ങി ചെറിയ തോതിലുള്ള മധുരത്തോടു കൂടിയ ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ചാമ്പങ്ങ അച്ചാറിന്. അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ മധുരം മാറി നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരച്ചാറായിട്ട് മാറും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരച്ചാറാണിത്. ഈ അച്ചാർ ചെറിയ ചെറിയ കുപ്പികളിലാക്കി വെച്ചാൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഒരു കുപ്പിയിലെ അച്ചാർ തീർന്നതിന് ശേഷം മാത്രമേ അടുത്ത കുപ്പി തുറക്കാവൂ. എങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പോലും ഏറെ നാൾ കേടുകൂടാതെ പുറത്തിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.